Watch full episodes on Jio Hotstar. നിങ്ങൾക്ക് എങ്ങനത്തെ ഹോട്ടലിലാണ് താമസിക്കാൻ ആഗ്രഹം? 5 സ്റ്റാർ ഹോട്ടലിലാണോ അതോ ലോക്കൽ ഹോട്ടലിലാണോ? ഏതിലാണെങ്കിലും പറഞ്ഞോളൂ സാറേ, ഞാൻ ഏർപ്പാടാക്കി തരാം. ഞങ്ങൾക്ക് ഹോംലി ഫുഡ് തന്നെ മതി. നമ്മള് കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നേ. പൊളിച്ചടത്തല്ലോ. ഈ ലക്കി ഗൈഡ് ഭയങ്കര ഉടായിപ്പാണ്. മധുര വാക്കുകളും പറഞ്ഞ് നമ്മൾ അവനെ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ? നോ 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 നോ, ഈ ഗസ്റ്റ് ഹൗസ് എന്റേതൊന്നും അല്ല, നമ്മുടെ എല്ലാവരുടെയുമാണ്. നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും കേട്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു അപകടവും സംഭവിക്കില്ല, കാരണം നിങ്ങൾ ലക്കി ഗൈഡ് കൂടെ ലക്കി ഹൗസിലാണുള്ളത്. അതുകൊണ്ടൊന്നും പേടിക്കണ്ട. ഇനി നിങ്ങൾക്ക് ഡബിൾ ലക്കാ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ലക്കി ഗൈ, എന്റെ ബ്രോ, എന്റെ ചങ്ക്, ഇതൊക്കെ ഗുഡ് ലക്ക് ആണെങ്കിൽ ബാഡ് ലക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചങ്ക്? ശരി, നമുക്ക് അകത്തേക്ക് പോകാം. ഇനിയും ഇവിടെ നിന്നാൽ ഒരുപാട് ലക്ക് കിട്ടിയെന്നിരിക്കും. പോയിട്ട് നിങ്ങൾ എല്ലാവരും ഫ്രഷ് ആകൂ. ഞാൻ പോയിട്ട് മിസ്റ്റർ മോങ്കിന് ഫോൺ ചെയ്തിട്ട് വന്നേക്കാം. വരൂ. അതാണ് മിസ്റ്റർ ബോംഗലി. നിങ്ങളിപ്പോ ലക്കി ഗൈഡ് കൂടെയാണ്, അതുകൊണ്ട് ലക്ക് നിങ്ങളെ പിന്തുടരുന്നതായിരിക്കും. കണ്ടില്ലേ, മിസ്റ്റർ ബോംഗലിയെ കണ്ടുപിടിയില്ലേ? സാർ, സാറേ, പത്ലു, എന്തുണ്ട് വിശേഷം? ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിൽ. ഞങ്ങൾക്കും. ബോസ്, ഇതാ നിങ്ങളുടെ സൂട്ട് കേസ്. ഒരു തവണ കൂടെ ആലോചിച്ചിട്ട് പോരെ ബോസ്? എന്താ സംഭവിച്ചേ? നിങ്ങൾ എവിടേക്കെങ്കിലും പോവാൻ വേണ്ടി നിൽക്കുകയാണോ? പോണമെന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ പോയേ പറ്റൂ. നിങ്ങളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, ഉപ്പ് തിന്നവൻ തന്നെ വെള്ളം കുടിക്കുമെന്ന്? പക്ഷെ ഞാൻ ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കണേ? മിസ്റ്റർ മോങ്, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്താ പറ്റിയത്? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. നിങ്ങൾക്ക് അയാളെ അറിയാൻ വഴിയില്ല. ഇവിടെ ഡെവിൾ എന്ന പേരിൽ ഒരു വലിയ ഡോൺ ഉണ്ട്. ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ഞങ്ങളൊക്കെ അവനെ കണ്ടിട്ടാ വരുന്നത്. അയാൾ എന്റെ എല്ലാ പ്രോപ്പർട്ടീസ്, ബിസിനസ്, ബാങ്കിന്റെ സർവ്വ ഡോക്യുമെന്റ്സും മോഷ്ടിച്ചുകൊണ്ട് പൊക്കളഞ്ഞു. എന്നെ ഗൺ പോയിന്റിൽ നിർത്തി ഡോക്യുമെന്റ്സ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങി. ഇന്ന് വരെ എന്റേതായിരുന്നതെല്ലാം ഇനി മുതൽ ഡെവിളിന്റേതായിരിക്കും അത്രേ. ഇനി എന്റേതായിട്ട് ഒന്നുമില്ല. ഞാൻ ദരിദ്രനായി കഴിഞ്ഞു. ഇനി ഞാൻ ഹോങ്കോങ് വിട്ട് പോകുന്നതായിരിക്കും നല്ലത്. സർ, മോട്ടു ഫുർഫുരി നഗരത്തിൽ വെച്ച് നിങ്ങളെ ഒരിക്കൽ സഹായിച്ചിട്ടുള്ളതല്ലേ? അദ്ദേഹത്തിന്റെ സഹായം ചോദിച്ചൂടെ? ഇവർ ഒരിക്കൽ കൂടി അങ്ങയുടെ ഡോക്യുമെന്റ്സിന്റെ ബ്രീഫ് കേസ് അവിടെ നിന്നും എടുത്തോണ്ട് വരുന്നതായിരിക്കും. പറഞ്ഞോളൂ, ഞങ്ങൾ എന്താണ് വേണ്ടത് പറഞ്ഞോളൂ. ഇത് ഫുർഫുരി നഗർ അല്ല മോട്ടു, ഇത് ഹോങ്കോങ് ആണ്. മാത്രമല്ല അയാൾ വലിയൊരു ഡോൺ ആണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും. എന്താ സാറേ, ഇവിടുത്തെ പോലീസ് നിങ്ങളെ സഹായിക്കില്ലേ? ഇവിടുത്തെ പോലീസും അയാളുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. അയാളെ അവരൊന്നും ചെയ്യില്ല. സാറേ, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ഇത് മാത്രം പറഞ്ഞാൽ മതി, അവൻ എവിടെ ഉണ്ടാവും. പിന്നെയുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കിട്ടിയ വിവരം വെച്ച് അയാൾ ഇന്ന് ബുള്ളറ്റ് ട്രെയിനിൽ ഷെൻസൺ പോവുകയാണ്. അവിടെയാണ് അയാളുടെ സീക്രട്ട് താവളം. മിണ്ടാതിരിക്കെ, നിനക്കൊന്നും മിണ്ടാതിരുന്നു കൂടെ? ഇവര് നല്ലവരായ മനുഷ്യരാ. ഫുർഫുരി നഗറിൽ നിന്ന് ഇവിടെ കറങ്ങാൻ വന്നതാ. നീ ഇവരുടെ ജീവൻ അപകടത്തിലാക്കി അടങ്ങുവോ? മോട്ടു പത്ലു, പ്ലീസ് നിങ്ങൾ മടങ്ങൂ. എനിക്ക് വിഷമമുണ്ട്. എനിക്ക് നിങ്ങളെ ഹോങ്കോങ് മുഴുവൻ കാണിക്കാൻ പറ്റില്ല. സാറേ, സാർ, എനിക്കറിയില്ല ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുമോ എന്ന്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു സെൽഫി എടുത്ത് പോയിക്കൂടെ സാർ? ഓഹോ ജിയ, നീ എപ്പോഴും സെൽഫിയുടെ പറയാണല്ലോ. എല്ലാവരും വരൂ വരൂ. കുറച്ച് പിറകിലോട്ട്, കുറച്ച്. ഓക്കേ. ഓഹോ ജിയ, നിന്റെ ഈ സെൽഫി നിന്നെ കൊണ്ട് ഒരു ദിവസം പോവും. പെട്ടെന്ന് നന്നാവാനുള്ള വഴി നോക്ക്. ബൈ ബൈ മോട്ടു പത്ലു, താങ്ക് യു ഫോർ എവറിഥിങ്.
അയാളിന് വരാതിരിക്കോ? ഇതുവരെ കണ്ടൊന്നും ഇല്ലല്ലോ. എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. മോട്ടു, അതാണ് മിസ്റ്റർ ഡോൺ. അവനെ ആളുകൾ മിസ്റ്റർ ഡെവിൾ എന്നാണ് വിളിക്കാറുള്ളത്. അവന്റെ കയ്യിലുള്ള ആ കറുത്ത ബ്രീഫ് കേസ് കണ്ടില്ലേ? ആ, അതിലാണ് മിസ്റ്റർ മോന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഉള്ളത്. മോട്ടു, എനിക്ക് നന്നായിട്ടറിയാം സമൂസ ഇല്ലാതെ നിന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം. ഇതാ, ഈ സമൂസ കഴിക്കൂ. ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ്. എപ്പോഴെങ്കിലും ഇതിന്റെ ആവശ്യം വന്നാലോ? ഒളിച്ചേ. ഇനി കണ്ടോളൂ, അവന്മാരെ ഇടിച്ച് ശരിയാക്കിയിട്ട് ഡോക്യുമെന്റ്സുമായിട്ട് ഞാൻ തിരിച്ചു വന്നോളാം. ഒളിച്ചേ. തുറക്കൂ സിം സിം. മിസ്റ്റർ ഡോൺ, ആ ബ്രീഫ് കേസ് എന്റെ കയ്യിലോട്ട് തരൂ. ഗാർഡ്സ്, അവനെ പിടിക്കേ. എന്നാ പിന്നെ നിനക്ക് വരിക. അതെ, നിങ്ങൾ ഹോങ്കോങ്ങിലെ ചാമ്പ്യന്മാരാണെങ്കിൽ ഞാനും ഫുർഫുറി നഗരത്തിലെ ചാമ്പ്യൻ തന്നെയാണ്. യെസ്. ഡെവിൾ. ഗാർഡ്, വേഗം അവനെ പിടിക്കേ. അവൻ ബ്രീഫ് കേസ് കൊണ്ടുപോകുന്നു. അവനെ പിടിക്കേ. യെസ്. ഹലോ, ഇങ്ങോട്ട് നോക്ക്. വഴക്ക് കൂടുകയാണോ അതോ കബഡി കളിക്കുകയാണോ? ബാഗ് മേടിക്കണോ പെട്ടെന്ന്? ശരി, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാം. പറ്റുന്നില്ല. മോട്ടു, നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? കുഴപ്പമില്ല. എല്ലാം മുകളിലുള്ളവന്റെ കരുണ. ഇതിന്റെ ലക്ക് കാരണം ഉണ്ടായതാണ്. ലക്കിക എവിടെ ഉണ്ടെങ്കിലും ആൾക്കാർ ഇതും സന്തോഷിച്ചുകൊണ്ട് ഇരിക്കും. എന്റെ അമ്മോ, ഞാനിവിടെ ഫയർ ചെയ്തില്ലല്ലോ. ഫയർ ചെയ്യാതെ മരത്തിന് ഇളനീര് വീഴുന്നത് വളരെ അത്ഭുതം തന്നെ. വാവ് മോട്ടു, നീയൊരു വലിയ കാര്യമാണ് ചെയ്തത്. ഞാനിത് മിസ്റ്റർ മോന് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോയിക്കോളൂ. കാരണം ഡെവിളിന്റെ എല്ലാ ആൾക്കാരും പോലീസും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും.
സാഹചര്യങ്ങളൊക്കെ ഒന്ന് തണുത്തു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വന്നാൽ മതി. എന്നിട്ട് എന്റെ ബോസിന്റെ കൂടെ നിൽക്കാം. നമുക്ക് അന്നേരം ഒരുപാട് സെൽഫി എടുക്കണം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നഗരത്തിൽ തുടർച്ചയായി കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ജനജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഇനിയും തുടർച്ചയായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. പൊളിച്ചെടുത്തല്ലോ. എനിക്കെന്തോ ആകെ പേടിയായിട്ട് വയ്യ. ആ ഡെവിളിന്റെ ആൾക്കാരെങ്ങാനും നമ്മളെ കണ്ടു കഴിഞ്ഞാ പിന്നെ പൊളിച്ചെടുത്തല്ലോ. ആരെങ്കിലും ഒന്ന് താഴേക്കിറക്ക്. കണ്ടില്ലേ, ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ഇത് ലക്കികയുടെ ഭാഗ്യമാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഹോങ്കോങ്ങിലെ പ്രസിദ്ധനായ ബിസിനസ്മാനും മാന്യനുമായ മിസ്റ്റർ ഡോണിനെ കുറച്ച് ഗുണ്ടകൾ കൊള്ളയടിച്ചു. അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ രേഖകളും അവർ മോഷ്ടിച്ചിരിക്കുന്നു. മിസ്റ്റർ ഡോൺ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഹോങ്കോങ്ങിൽ ചെയ്യുന്നുണ്ട്. ഒരാൾ പോലും ഹോങ്കോങ്ങിൽ ദരിദ്രനായി ഇരിക്കരുതെന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. ഹോങ്കോങ്ങിനെ കുറ്റവിമുക്തമാക്കുകയെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഇവര് ഡെവിളിനെ കുറിച്ച് നല്ലതാണല്ലോ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ചാനല് മിസ്റ്റർ ഡെവിളിന്റെ തന്നെ ആയിരിക്കണം. നോ 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 മിസ്റ്റർ ഡെവിൾ ഇതല്ല, ഇത് മിസ്റ്റർ ഡോങ്ലിയാണ്. വളരെ നല്ല മനുഷ്യനാ. ഈ പാവത്തിന്റെ എല്ലാം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഡെവിളിന്റെ പണിയായിരിക്കും. അപ്പം മിസ്റ്റർ ഡെവിൾ എന്ന് പറഞ്ഞ ആരാ? എല്ലാവരും കരുതുന്നത് ഈ പ്രവൃത്തി മിസ്റ്റർ ഡെവിളിന്റെ ആണെന്നാണ്. മിസ്റ്റർ ഡെവിൾ, അതായത് മിസ്റ്റർ മോങ്കിന്റെ. ഇതാണ് മിസ്റ്റർ ഡെവിൽ. അപകടം പിടിച്ച മനുഷ്യനാ. അയാളുടെ കയ്യില് ഒരു ടൈഗർ പെറ്റുണ്ട്. മിസ്റ്റർ ഡോൺ ഡെവിളിനെ പേടിച്ച് ഒളിവിൽ പോയിരിക്കുകയാണ്. ആർക്കും അറിയില്ല അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. ഡെവിൾ അദ്ദേഹത്തെ തീർത്തു കളയുമോ എന്ന ഭയത്തിലാണ് അദ്ദേഹം. ഇപ്പോൾ ഡെവിൾ ഈ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ആരോ ഇദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ എടുത്തയച്ചതാണ്. ഇയാളെ കാണാനല്ലേ നമ്മൾ മുമ്പേ പോയത്. താടി ഉള്ളത് കൊണ്ട് എനിക്ക് അയാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മോട്ടു പതലു, നിങ്ങൾ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? നോ 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 നോ. ചതി, ഇത്രയും വലിയ ചതി. മോഗ്ലി, ഡെവിൾ എവിടെ? മുന്നിലേക്ക് വാ. നിന്റെ ശരിക്കുള്ള മുഖം ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. മുന്നിലേക്ക് വരൂ ഡെവിൾ. പൊളിച്ചെടുത്തല്ലോ. Tiger, stop! ടൈഗർ, അകത്ത് പോകൂ. ഓ, അപ്പൊ നിങ്ങൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി. കഷ്ടമായി പോയി. നിങ്ങൾ വാസ്തവം മനസ്സിലാക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇനി ഇപ്പൊ മനസ്സിലായ സ്ഥിതിക്ക് ഈ ഒരു ഗെറ്റപ്പിന്റെ ഒരു ആവശ്യമില്ല. എന്തിന്? നീ എന്തിനായിരുന്നു ഞങ്ങളെ കൊണ്ട് ആ തെറ്റ് ചെയ്യിപ്പിച്ചത്? മിസ്റ്റർ ഡോൺ, നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് തന്നെ അതങ്ങ് ചെയ്യിപ്പിച്ചൂടായിരുന്നോ? അറിയാം. ഞാൻ തുടക്കത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ ഫുർഫുരി നഗറിൽ എന്തിനാ വന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ എന്റെ മേലെ മിസ്റ്റർ ഡോൺ കാരണം പോലീസിന്റെയും ഗവൺമെന്റിന്റെയും പ്രഷർ വർദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന്. അവിടുത്തെ ആളുകൾ വിഡ്ഢികളുമായിരിക്കണം, ദുർബലരുമായിരിക്കണം. അപ്പൊ എനിക്ക് അവിടെ എന്റെ താവളം നിർമ്മിക്കാൻ കഴിയും. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ ലോകം മുഴുവൻ ഭരിക്കാനും കഴിയും. ഇനി നിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഞാൻ ഈ ജോലി നിന്നെ കൊണ്ട് എന്തിനാ ചെയ്യിച്ചെന്ന്? ഉത്തരം വളരെ സിമ്പിൾ. നിന്റെ ഏറ്റുമുട്ടുന്ന രീതി വളരെ വ്യത്യസ്തമാണ് ആൻഡ് വെരി ഓർത്തഡോക്സ്. അതാണ് ഒരു സർപ്രൈസ് വെപ്പൺ. അതിനുവേണ്ടി ഡോണിന്റെ ആൾക്കാര് ഒരിക്കലും റെഡി അല്ലായിരുന്നു. ആ പാവം വിഡ്ഢികൾക്ക് കൺവെൻഷണൽ ഫൈറ്റിംഗ് അല്ലേ അറിയൂ. അതും പോരാതെ എന്റെ എല്ലാ ആൾക്കാരെയും അവര് തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യാനായിട്ട് ഒരു പുതിയ ആള് തന്നെ വേണമായിരുന്നു. ഇനി നിന്നേക്കാളും ബെറ്റർ ആയിട്ട് വേറെ ആരാണുള്ളത്? അതുകൊണ്ട് തന്നെയാണ് നിന്നെ തന്നെ ഞാൻ വിഡ്ഢിയാക്കിയത്.
നിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല, ബുദ്ധിയുള്ളവന്മാരാണ്. മനസ്സിൽ നന്മകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളൊക്കെ അത് മുതലെടുത്ത് ഞങ്ങളെ വിഡ്ഢികളാക്കി അല്ലേ? നിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, ഓക്കെ, ഫുർഫുറി നഗറിലെ ജനങ്ങൾ ഭീരുക്കളല്ല, മറിച്ച് ധൈര്യശാലികളാണ്. അത് ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് തെളിയിച്ച് കാണിച്ചു തരാം, കേട്ടോ? മിസ്റ്റർ ഡെവിൾ, ഞാൻ നിനക്ക് തന്ന ആ ബാഗ് ഉണ്ടല്ലോ, അത് ഞാൻ തന്നെ നിന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കും. ഓക്കെ? Watch India's largest kids library only on Jio Hotstar. Download the app now.